റീപ്പോ റേറ്റ് താഴ്ത്തിയാൽ എന്താ സംഭവിക്കുക? 3 മാസത്തിനകം ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ ഉണ്ടാകണമെന്നില്ല. ഒരു 3 മാസത്തിനകം ബാങ്കിങ് വിദഗ്ധർ പറയുന്നത് ഒരു 3 മാസത്തിനകം അതിന്റെ ഇമ്പാക്ട് വായ്പ കൊടുക്കുന്നതിൽ ഉണ്ടാകും. അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന വായ്പകൾ തന്നെ 3 മാസമാകുമ്പോഴേക്ക് ഈ പുതിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, അതായത് ഞാനൊരു വീട് വെച്ചത് വായ്പ എടുത്താണെങ്കിൽ എൻ്റെ ആ ഹൗസ് ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഈ പറഞ്ഞതിന് അനുസൃതമായിട്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കുറയും. പക്ഷെ ഒരു 3 മാസം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാത്തരം വായ്പകളുടെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് വായ്പ എടുക്കാൻ പോകുന്നവർക്ക് കുറഞ്ഞ റേറ്റിൽ വായ്പ കിട്ടും. അങ്ങനെ വരുമ്പോഴേക്കും വായ്പ വർദ്ധിക്കും. അപ്പൊ എന്താണ് ഈ സഞ്ജയ് മൽഹോത്ര, ഇപ്പോഴത്തെ പുതിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറും മറ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ മറ്റു മെമ്പേഴ്സും കൂടി ഇങ്ങനെ ഒരു തീരുമാനം, അതായത് ഫെഡറൽ റിസർവ് അതിന്റെ റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ലോകരാജ്യങ്ങളിലെല്ലാം അവരുടെ റിസർവ് ബാങ്ക്, അവരുടെ സെൻട്രൽ ബാങ്കും റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഫെഡറൽ റിസർവ് റേറ്റ് കുറച്ചപ്പോഴും ഇന്ത്യ അനങ്ങാതിരുന്നു. കാരണം അപ്പോഴും ഈ പറയപ്പെട്ട നമ്മുടെ ഉപഭോക്തൃ വില നിലവാരം 6% മുകളിലായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോ നമ്മൾ കുറച്ചു. കാരണം നമ്മുടെ രാജ്യത്ത് ഉപഭോക്തൃ വില 4.3% താണു. ഒരു പക്ഷെ ഇനിയും കുറച്ചുകൂടി താഴ്ന്നേക്കാൻ ഇടയുണ്ട്. അപകടകരമായ ഒരവസ്ഥയിലല്ല വില നിൽക്കുന്നത് എന്ന ഒരവസ്ഥ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ റേറ്റ്. ഇനി നേരെ മറിച്ച് ഈ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നേരെ മറിച്ച് വിലകൾ, അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? നേരെ മറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ, വായ്പ പലിശകൾ കുറയാൻ തുടങ്ങുമ്പോൾ കൂടുതൽ വായ്പയെടുക്കും. കാർഷിക വായ്പകൾ കൂടും. അതുപോലെ തന്നെ വ്യാവസായിക വായ്പകൾ, നമ്മുടെ MSME സെക്ടറൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കൊക്കെ ഉയർന്ന പലിശ കൊടുത്ത് വേണം വായ്പ എടുക്കാൻ. എന്നിട്ട് തന്നെ അവർക്ക് ഇവിടെ വിപണി ലഭ്യമല്ല. കാരണം ഇവിടുത്തെ വിപണി, ഇന്റേണൽ വിപണി മുഴുവനും ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണ്. അപ്പൊ നമ്മുടെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് വിപണി പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെയുള്ളപ്പോൾ ഉയർന്ന പലിശയ്ക്ക് വായ്പ എടുത്ത് അവർക്ക് ഉൽപാദനം ഒന്നും നടത്താൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന MSME സെക്ടർ, കാർഷിക മേഖല, ഇവിടെയൊക്കെ തന്നെ ഒരു ഉണർവുണ്ടാകും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് റീപ്പോ റേറ്റ് താഴ്ത്തി അതിനനുസൃതമായി അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വായ്പാ നിരക്കുകൾ കുറയും. അങ്ങനെ വായ്പാ നിരക്കുകൾ കുറയുമ്പോൾ അതൊരു ഉത്തേജനമായി തീരും. എല്ലാ മേഖലകളിലും കൂടുതൽ കൂടുതൽ വായ്പകൾ എടുക്കപ്പെടും. അങ്ങനെ വരുമ്പോഴേക്ക് ഇക്കണോമിക്സ്, ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, അതായത് ഈ പ്രാവശ്യത്തെ സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് 7%-നും 6%-നും ഇടയിലായിരിക്കും ഈ വർഷത്തെ നമ്മുടെ വാർഷിക വളർച്ച, GDPയുടെ വളർച്ച എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ അത് 7%-ന് മുകളിൽ എന്നാണ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷെ ഈ വർഷം അത് 7-നും 6-നും ഇടയ്ക്കായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പറയുന്നത് ഇപ്പൊ നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളുടെ അനുസരിച്ചാണ്. ഒരുപക്ഷെ ആഗോള സാഹചര്യങ്ങൾ മാറിയാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ട്രംപാണ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത്. ട്രംപിന് ഒരുപാട് മലക്കം മറിച്ചിലുകൾ ഉള്ള ഒരു പ്രധാനമന്ത്രിയാണ്. ഒരു സ്ഥായിയായ നയം ഫോളോ ചെയ്യുന്ന ഒരാളല്ല. തൽക്കാല ആവശ്യങ്ങൾക്കും ലാഭത്തിനും വേണ്ടി നയങ്ങളിലൊക്കെ മാറ്റിമറിച്ചിലുകൾ വരുത്താൻ ഒരു മടിയുമില്ലാത്ത ഒരു രാഷ്ട്ര തന്ത്രജ്ഞനെന്നോ കുതന്ത്രജ്ഞനെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അത് കാരണം ട്രംപ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളത് കൊണ്ട് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം പക്ഷെ വില കുറയാനുള്ള സാധ്യതയിലേക്കാണ് സാഹചര്യങ്ങൾ ചൂണ്ടുന്നത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, താരിഫുകളൊക്കെ എല്ലാം വർദ്ധിപ്പിക്കും എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ രാജ്യങ്ങളും താരിഫുകൾ വർദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോൾ അപ്പോൾ നമുക്ക് കൂടുതൽ ഭയക്കണം. പക്ഷേ ട്രംപ് അമേരിക്കൻ ഇക്കോണമിയെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ആഗോളതലത്തിൽ കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അമേരിക്ക സെൽഫ് സഫീഷ്യന്റ് ആവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉൽപാദനം ഉണ്ടായി. അപ്പൊ മറ്റ് വേൾഡ് മാർക്കറ്റിൽ നിന്ന് അമേരിക്ക വാങ്ങാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേനും ഒരു പ്രധാനപ്പെട്ട ബയർ, വിപണിയിലെ ഒരു പ്രധാനപ്പെട്ട ഉപഭോക്തൃ രാജ്യം മാറിപ്പോകുമ്പോഴേക്കും
വിപണിയിൽ പൊതുവെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വളരെ പ്രധാനപ്പെട്ട വില നിർണയ ഉൽപ്പന്നമാണ്. കാരണം ലോകത്ത് എവിടെയാണെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എല്ലാത്തരം വിലകളെയും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ അമേരിക്ക പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ സെൽഫ് റിലയൻസിലേക്ക് മാറുന്ന പക്ഷം ആഗോളതലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയും. അങ്ങനെ വില കുറഞ്ഞാൽ നമുക്കറിയാം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞാൽ നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും. എന്താണ് കാരണം? എല്ലാ ഉൽപ്പന്നങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം പെട്രോളിയത്തിന്റെ ലഭ്യത കൂടിയാൽ നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെ ഒരു പക്ഷെ നമുക്ക് കുറച്ചും കൂടി വില കുറച്ച് കിട്ടും. അത് വില കുറച്ച് കിട്ടുന്നതോടൊപ്പം തന്നെ അതുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന അതിനകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാധ്യമം അതായതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഭക്ഷ്യ ഉൽപാദനവും മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും കുറച്ചും കൂടി വില കുറഞ്ഞ തരത്തിൽ ലഭ്യമാകാനിടയുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന റീപ്പോ റേറ്റിലാണ്. അപ്പൊ റീപ്പോ റേറ്റ് എന്ന ബെഞ്ച് മാർക്ക്, ആ ബെഞ്ച് മാർക്ക് എല്ലാ മേഖലകളെയും സ്വാധീനിക്കും. കാരണം ഈ കഴിഞ്ഞ 2 വർഷത്തിലേറെ കാര്യമായി വായ്പകൾ എടുക്കാൻ മടിച്ചു നിന്നവർ, അതായത് ഉയർന്ന പലിശ നിരക്കുകൾ കാരണം മടിച്ചു നിന്നവർ ഇപ്പോൾ ആ മടിയൊക്കെ വിട്ട് റീപ്പോ റേറ്റ് കുറഞ്ഞു എന്ന് മാത്രവുമല്ല, ഇപ്പോൾ പോകുന്ന രീതിയിൽ നമ്മുടെ കാർഷിക ഉൽപാദനവും മറ്റെല്ലാം പോകുന്നു എങ്കിൽ, അതായത് റീപ്പോ റേറ്റ് ഇനി അടുത്ത ഏപ്രിലിൽ ചേരുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരിക്കൽ കൂടി അത് റിവൈസ് ചെയ്യുകയും കുറയ്ക്കുകയും ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. പിന്നീട് അതിനുശേഷം വീണ്ടും ഒരു പക്ഷേ കുറവ് വന്നേക്കാം. കാരണം ഇത് 4.5% നിന്നാണ് പതുക്കെ 6% എത്തിയത്. അപ്പൊ ആ പതുക്കെ ആ 4.5% എത്തിക്കുക, അങ്ങനെ ഇക്കോണമിക്ക് ഉത്തേജനം നൽകുക, അതായത് വിവിധ മേഖലകളിൽ ലോൺ കുറഞ്ഞ പലിശയ്ക്ക് ലഭ്യമാണ് എന്ന് വരുന്നത് വലിയ ഉത്തേജനമാണ് ഇക്കോണമിയെ സംബന്ധിച്ച്. അത് കാർഷിക മേഖലയോ വ്യാവസായിക മേഖലയോ സേവന മേഖലയോ ഏതുമാകട്ടെ, അങ്ങനെ നമ്മുടെ GDPയുടെ വളർച്ച ത്വരിതപ്പെടും. അങ്ങനെ വളർന്നു കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമുണ്ടല്ലോ. 2047 ആകുമ്പോഴത്തേനും വികസിത ഭാരതം എന്നൊക്കെ പറയുന്ന ആ ലക്ഷ്യങ്ങളിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു കുതിപ്പ് അനിവാര്യമാണ്. അപ്പോൾ വിലകൾ കുറഞ്ഞു വരുന്ന പക്ഷം വീണ്ടും റീപ്പോ റേറ്റ് ഈ വർഷം തന്നെ പലവട്ടം കുറച്ചു എന്ന് വരാം. ആ കുറയ്ക്കലൊക്കെ എപ്പോഴും ഉത്തേജകമായി തന്നെ നിലകൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ റീപ്പോ റേറ്റിൽ വന്ന കുറവ് ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ച, അതായത് ഈ 25-26 6%-നും 7%-നും ഇടയിലായിരിക്കും ഇന്ത്യൻ ഇക്കോണമിയുടെ GDP വളർച്ച എന്നാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സൂചനകൾ അനുസരിച്ച് കാഴ്ചപ്പാട് വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പൊ ആ ലെവലിൽ ഒരു പക്ഷെ ഉയർന്നു പോയേക്കാം. കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ രൂപപ്പെട്ടാൽ രണ്ടായാലും റീപ്പോ റേറ്റ് തൽക്കാലം ഇനി വീണ്ടും, അതായത് ഈ വരുന്ന ഏപ്രിലിൽ കൂടുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിലും ഇങ്ങനെ പോയാൽ ഒരു പക്ഷേ വീണ്ടും കുറച്ചേക്കാം. അപ്പം അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ 2025-26 GDP എങ്ങനെ ഗ്രോ ചെയ്യുമെന്ന്. അതിനനുകൂലമായ കാലാവസ്ഥ തന്നെയായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നത്. അത് തന്നെയുമല്ല, ഈ പ്രാവശ്യത്തെ ബജറ്റിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റിൽ പറഞ്ഞിരുന്നത് പോലെ ചെലവഴിച്ചില്ല. കാരണം ഇലക്ഷനും മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് ഒരു പക്ഷേ ഗവൺമെന്റിന്റെയും വിവിധ മിനിസ്ട്രികളുടെയും കോൺസെൻട്രേഷൻ ഇലക്ഷനിലേക്ക് പോയി. വീണ്ടും അധികാരത്തിൽ വരിക എന്ന രീതിയിൽ ഇലക്ഷനിലേക്ക് പോയി. അതുകൊണ്ടാകാം വേണ്ടത്ര രീതിയിൽ, അതായത് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത് പോലെയുള്ള ക്യാപിറ്റൽ മൂലധന ചെലവ് വരാതിരുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ സൃഷ്ടിക്കൽ കുറഞ്ഞുപോയി. അതായത് നമുക്കറിയാം, ഈ ഇലക്ഷന്റെ സമയമായപ്പോഴേക്കും 82.08% ആയിരുന്നു നമ്മുടെ തൊഴിലില്ലായ്മ ഇന്ത്യയുടെ. അപ്പൊ തൊഴിലില്ലായ്മയൊക്കെ അത്ര വർദ്ധിക്കാൻ കാരണം ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടായ കുറവ്, അതൊക്കെ തൊഴിൽ സൃഷ്ടിക്കുന്ന മേഖലകളാണ്. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടുമാണ് GDP ഗ്രോത്ത് 7% വരെ എന്ന് പറഞ്ഞിരുന്നു. അത് 6.3% ഒതുങ്ങിപ്പോയി. തൊഴിലുകൾ സൃഷ്ടിക്കപ്പെട്ടില്ല പ്രതീക്ഷിച്ചതുപോലെ. അസമത്വം വളരുന്നു എന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട എല്ലാ തൊഴിലുണ്ടായാൽ തന്നെ അസമത്വ സൃഷ്ടി കുറയും.
അപ്പൊ അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണാൻ പറ്റും. വായ്പകൾ എടുക്കുകയും കാർഷിക വ്യാവസായിക സേവന മേഖലകളിലേക്ക് ആ വായ്പകൾ ഉപയോഗിക്കുകയും തൊഴിലുകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്താൽ അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ത്യ ഈ വർഷം എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ പ്രത്യാശിക്കാം.